മുത്ത് ഹാജിയാരെ, തമ്പുരാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ അനന്തരവനാണ് ഇതിന് മുഴുവൻ കാരണം. വീരാന്റെ തെളിവെടുക്കൂല. തമ്പുരാന്റെ അപ്പിൽ നിന്ന് കിടക്കണ ഈ സ്വന്തം മോനെ ഖിലാഫത്താണെന്നും പറഞ്ഞ് പോരേന്ന് ഇറക്കി വിട്ടോന്നല്ലേ? മുണ്ടരുത്. പറയടാ, ആരാ ഞങ്ങളെ കൂട്ടത്തിലുള്ള കൊന്നത്? ചേക്കുട്ടി സാഹിബ് കൂട്ടുന്ന കാവൽക്കാരാണ്. ചേക്കുട്ടി കൊണ്ടുവന്നല്ലോ. ഏഴൈറ്റങ്ങള് ഒന്നിനെയും ബാക്കി വെച്ചിട്ടില്ല ആചാരെ. തമ്പ്രാക്കള് കൽപ്പിക്കാണ്ട് കാവക്കാര് വെടിവെക്കോ? പറയടാ. പൊറുക്കണ ഹാജിയാരെ, തറവാട്ടുകാരുടെ ഭരണത്തിൽ അനന്തരം മിണ്ടാപ്രാണികളാണ്. എന്നിട്ടും ഖിലാഫത്തുകാരെ സഹായിക്കണമെന്ന് പറഞ്ഞ എന്നെ പട്ടിണി കിട്ടവനാ അമ്മാവൻ. ഈ കൊലയ്ക്ക് കൽപ്പന കൊടുത്ത എന്റെ അമ്മാവനാണ്. കുലദ്രോഹി, എന്റെ വയറ്റിലൂറിയ വിഴുപ്പ്. ഏട്ടനെ പറ്റി ദോഷം പറഞ്ഞ നിന്റെ നാവ് പിടിച്ചു കേട്ടവളെ. മോറങ്ങട്. ആങ്ങളോട് അത്ര പിരിയുണ്ടെങ്കില് പെങ്ങള് പോര്. പക്ഷെ ഒരാഴ്ച എന്റെ അകത്ത് തമ്പുരാൻ പുടി വന്നില്ലെങ്കില് പകരം എങ്ങനെ തലയാവും നമ്മൾ എടുക്കുക. എന്താ ആനയുടെ പേര്? ബലരാമൻ. മാറ്റി കോയക്കുട്ടി നാക്കണം. ഇതിനാ മാർക്കം കൂട്ടാനോ? എങ്ങോട്ട് പോയിടോ തമ്പുരാൻ? അടിയനറിയില്ലേ, ചിലപ്പോ അപ്പുണ്ണി തമ്പുരാന്റെ അടുത്തേക്കാവും. എന്നെ ഉപദ്രവിക്കരുത്. ഇല്ല അമ്പരാട്ടി, അടിയൻ ചെറിയലെ വെള്ളത്തിൽ കെട്ടി താത്തയുള്ളൂ. നടക്കി. അയ്യോ, എന്നെ കൊല്ലരുത്. കൊല്ലണം. ഇവിടത്തെ കുടിയാന്മാരോട് ഇഞ്ചി ചെയ്ത കടുങ്കൈക്ക് അതാണ് വേണ്ടിയത്. വേണ്ട ആചാരെ, അതിലും വലിയ ചിച്ചൻ. നയിക്കാതെ കഴിഞ്ഞ ഈറ്റിങ്ങള് പാടത്തും പറമ്പത്തും ചേറിലും ചെളിയിലും ഒക്കെ പണിയെടുത്ത് കഴിയട്ടെ, അപ്പളെ പഠിക്കൂ. അല്ലാണ്ട് ദാഹിച്ച വെള്ളം നാട്ടുകാരെ ഈറ്റിങ്ങൾ കൊടുത്തു പോരുത്. എന്നാ ഈ തമ്പുരാട്ടിനും കൂടെ ആ കൂട്ടത്തിൽ വിട്. ആ, ഈ മാളി എഞ്ഞ് അടിയാനുള്ളതാണ്. പോയി കേറിക്കോളി. കേറിക്കാം. ഇവിടെ കിടന്ന എന്തൊരു സുഖം അല്ലട മോനെ.